Hi, so today I'm starting an episode of Life Right Now. So it's something that I usually write on my journal. Like ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഹാപ്പൻ ചെയ്യുകയാണെങ്കിലും ഹാപ്പൻ ചെയ്യാത്ത ടൈമിലും ഒരു പേജ് എടുക്കും എന്നിട്ട് ഐ സ്റ്റാർട്ട് റൈറ്റിംഗ് ലൈഫ് റൈറ്റ് നൗ ഡേറ്റും എഴുതും എന്നിട്ട് ഇപ്പോൾ എന്താ നടക്കണേ എനിക്ക് എന്താ ഫീൽ ചെയ്യണതൊക്കെ ഈ ബുക്കിൽ എഴുതും. സോ ഐ തോട്ട് ഐ ഷുഡ് മേക്ക് എ യൂട്യൂബ് വീഡിയോ വേർഷൻ ഓഫ് ഇറ്റ്. ഇങ്ങനെ എപ്പിസോഡ് പോലെ ഇങ്ങനെ ഇടാമെന്ന് ചിലപ്പോൾ. സോ റൈറ്റ് നൗ മൈ ലൈഫ് ഈസ് വെരി മൂഞ്ചി അവസ്ഥ, വെരി പരിതാപകരം. എനിക്ക് തീരെ പറ്റണില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കണതൊക്കെ ഇങ്ങനെ ഭയങ്കര ഭയങ്കര എൻജോയ് ചെയ്ത് ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇഷ്ടമാവണില്ല. ആൻഡ് ദാറ്റ്സ് റിയലി സാഡ്. അങ്ങനത്തെ ഒരു പൊസിഷനിലാവുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നെപ്പോലെ ഒരാൾക്ക് എനിക്ക് ഇന്നെ പറ്റാൻ കേട്ടോ, അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ. ഇതിൻ്റെ ഒക്കെ സോഴ്സ് ഞാനിങ്ങനെ ഫൈൻഡ് ചെയ്യാൻ നോക്കിയിരുന്നു എന്താ പറ്റിയതെന്ന്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായി ട്രാവൽ ചെയ്തിട്ട് ഞാൻ ജൂലൈയിൽ മൊറീഷ്യസ് പോയി. അതായിരുന്നു ഞാൻ ലാസ്റ്റ് കണ്ടത്. മൊറീഷ്യസ് സോ വൈൽഡ്. അറിയാത്ത സ്ഥലം, അറിയാത്തൊരു രാജ്യം, അറിയാത്ത ആൾക്കാർ. എന്നിട്ട് എനിക്ക് നല്ലോണം അറിയുമല്ലോ. എന്നിട്ട് ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, കുറേ ആൾക്കാരെ മീറ്റാക്കുക. എന്ത് രസമായിരുന്നു. ഐ മിസ് ഹർ, ഐ മിസ് ദാറ്റ്. എന്നിട്ട് അവിടെ നിന്ന് വന്നതിന് ശേഷം കോളേജ് സ്റ്റാർട്ട് ചെയ്തു. 4th ഇയർ ഞാൻ കരുതി ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോകാം, എന്നിട്ട് വരാം, എന്നിട്ട് വർക്കൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ വെരി ഹെക്ടിക്. കുറേ എല്ലാ വീക്കും സബ്മിഷൻ ഉണ്ടായിരുന്നു. മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ സബ്മിഷൻ. എന്നിട്ട് എങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്നിട്ട് ആകെ ഞാൻ പോയത് ക്ലാസ് ട്രിപ്പിലാണ്. തമിഴ്നാട് ഒക്കെ പോയി. അത് ക്ലാസ് ട്രിപ്പ്. അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണതാണ് ഇഷ്ടം. എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ നിൽക്കണത് ഇഷ്ടമല്ല. പക്ഷെ എനിക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ മതി. ഇപ്പം എനിക്കെന്താ പോകാൻ പറ്റാത്ത വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് 18th ഒരു ജൂറിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ. പക്ഷേ എന്നിട്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാതിരിക്കണം. അതും ലേറ്റ് ആവാൻ പറ്റില്ല. അപ്പം എനിക്കിനി അതിലും ഇരിക്കണം. ഇതൊക്കെ ഒന്നും തീരണില്ലല്ലോ. ഞാനിപ്പോൾ ഇത് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റെ ലൈഫ് ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ അങ്ങനെ മീൻസ് എല്ലാവരുടെ ലൈഫ് എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുക അങ്ങനെയല്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ലൈഫ് കൊടുത്തിടും. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മളിങ്ങനെ നിൽക്കേണ്ടി വരും. ആൻഡ് എൻ്റെ ഗോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിന്ന് പോവരുത് എന്നായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് നിന്ന് പോവേണ്ടി വന്നു. എന്നിട്ടിപ്പോൾ പ്രശ്നം എന്താ, എന്തുകൊണ്ടാണ് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത്? അപ്പോൾ ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്ക് നിന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഫ്ലാറ്റ് എടുത്തെടുത്തായിരുന്നു കേട്ടോ. കുറേ പേര് ഫ്ലാറ്റ്സ് ഉണ്ടായിരുന്നു ഞാൻ നിൽക്കണ സ്ഥലത്ത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫ്ലാറ്റിൽ വരും. പിന്നെ എനിക്ക് എൻ്റെ സ്പേസ് വേണം, എനിക്കിങ്ങനെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ സ്ഥലമാണ്. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ കുറേ ട്രാവൽ ചെയ്യും. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ബാലൻസ് ചെയ്യുന്നു. കോളേജ് ഞാൻ ബാലൻസ് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഫ്രണ്ട്സ്, ഫ്ലാറ്റ്സ്, എനിക്ക് നല്ല ഇൻട്രാക്ഷനൊക്കെ നടക്കുന്നുണ്ട്. സ്ട്രേഞ്ചേഴ്സായിട്ട്, ഫ്രണ്ട്സായിട്ട്. ഇതൊക്കെ ഞാൻ ഇത്രയും കാലം വളരെ ബാലൻസ്ഡ് ആയിട്ടായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇവിടുന്ന് പോയി. ഇപ്പോൾ ആകെ എൻ്റെ ഫ്ലാറ്റും വേറൊരു ഫ്ലാറ്റും ഉള്ളൂ. പിന്നെ ഈ സെമിസ്റ്ററിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല, കുറേ വർക്ക് ലോഡ് കാരണം. അപ്പോൾ ട്രാവലിംഗ് അങ്ങോട്ട് താഴെ പോയേക്ക് ഞാൻ മൂഞ്ചിപ്പോയി. തന്നെ മീൻസ് എനിക്കിപ്പോൾ പേടിയാവാന്നോട്. പിന്നെ അതേപോലെ കാരണം ഇങ്ങനെയല്ല എല്ലാവരും ട്രാവൽ ചെയ്യാണ്ടിരിക്കണം. എപ്പോഴും ഇതുണ്ടാകും, ഓരോ റീസൺസ് ഉണ്ടാവും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ. അങ്ങനെ ഓരോ റീസൺസ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാണ്ടിരിക്കണു. അതിപ്പോൾ ഞാൻ അതിൽ പെട്ടോ, എനിക്ക് പേടിയാവുക. ഇന്നിങ്ങനെ ലൈഫ് ലോങ് അങ്ങനെയൊന്നും ഞാനാവൂല കേട്ടോ. അങ്ങനെ ആയാലും എനിക്ക് പ്രാന്ത് പിടിച്ച് ഞാൻ എന്തെങ്കിലും ആവും. നിനക്കറിയാം, ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ, കുറച്ച് മാസമായിട്ടുള്ളൂ കേട്ടോ ഞാൻ ട്രാവൽ ചെയ്യാത്ത. പക്ഷെ അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഐ എം ലൂസിങ് മൈ സെൽഫ് എന്നുള്ള സാധനമൊക്കെ വന്ന് തുടത്തി. ഞാനിങ്ങനെ വലിയൊരു പ്രശ്നത്തിൽ കൂടെയാണ് പോകണമെന്ന് ഞാൻ എപ്പോഴാണ് നോട്ടീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പ എനിക്ക് എപ്പോൾ വിളിക്കുമ്പോഴും എന്നോട് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഷദീദിൻ്റെ റോഷൻ്റെ ഫ്ലാറ്റിലാണ്, അല്ലെങ്കിൽ എൻ്റെ സീനിയേഴ്സിൻ്റെ ഫ്ലാറ്റിലാണ്, അല്ലെങ്കിൽ നെഹൻ്റെ ഫ്ലാറ്റ് എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3 സ്ഥലം എനിക്കുള്ളൂ. ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഇത് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ ഫ്ലാറ്റ്, ഷദീദ് റോഷൻ ഫ്ലാറ്റ്, സീനിയേഴ്സിൻ്റെ ഫ്ലാറ്റ്, നെഹൻ്റെ ഫ്ലാറ്റ്.
ഒരു 4 സ്ഥലം ഇതേ ഞാൻ കാണലുള്ളൂ മാസങ്ങളായിട്ട്. എന്നിട്ട് എൻ്റെ ഇപ്പം എന്നോട് ചോദിക്കും, ഇപ്പം ഇപ്പോൾ ചോദിക്കൂടെ അതൊക്കെ എൻ്റെ അവിടെ നിന്ന് കൊടുക്കുക അവിടെയാണ് അവിടെയാണ്. അപ്പം എന്നോട് ഇപ്പോൾ ചോദിക്കും, ഈ എൻ്റെ അവിടെ ഇരിക്കലില്ലേ, ഈ എൻ്റെ റൂമിൽ ഇരിക്കലില്ലേ ചോദിക്കും. അപ്പം ആദ്യം നീ കാര്യമാക്കില്ല, പിന്നെ നോക്കുമ്പോൾ ഞാൻ ഇരിക്കലില്ല, കാരണം എനിക്കിരിക്കാൻ കഴിയലില്ല. അപ്പം എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ പറ്റിയിട്ട് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോരുത്തരിക്കാൻ കഴിയൂല, എനിക്ക് തീരെ പറ്റൂല, എനിക്കിരുന്ന പ്രാന്താകും, എനിക്കിതൊന്നും പറ്റൂല. ചുമരി എനിക്കിങ്ങനെ രാത്രി ബെഡിലൊക്കെ കടന്നിങ്ങനെ മുന്നേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ പെട്ടൊരു സാധനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ ഇതൊക്കെയാണ് എൻ്റെ ജീവിത പ്രശ്നം. മെട്രോയിലൊക്കെ പോകുമ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് മെട്രോയിൽ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ പോവുക, എന്തോ രാവിലെ എന്തോ പോയി തിരിച്ചു വരുമ്പോൾ എല്ലാവരും പോവുക, ഞാനും പോവുക. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാകും. എനിക്കിപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ പറ്റണില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല, കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ആർക്കിടെക്ചർ 5 വർഷത്തെ കോഴ്സാണ്. ഞാനിപ്പോൾ 4 വർഷം വരെ എന്നെ ഇതൊക്കെ ബാലൻസ് ചെയ്ത് ഇത്രയും ഞാൻ എത്തിച്ചു. ഇതിൻ്റെ പകുതിയായി. ഇനി എനിക്ക് ഈ പകുതിയും ഈ ഒരു ഫുള്ളും അത് കഴിഞ്ഞാൽ ഫ്രീ ടു ഡു എനിത്തിങ്. ഇത്രയും കാലം ഇങ്ങനെ. പിന്നെ എന്നെ പറ്റിയിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ആർക്കിടെക്ചർ എൻ്റെ കോളേജിൽ നിന്ന് ഇത്ര ട്രാവൽ ചെയ്യണ വേറെ ആരും ഉണ്ടാകുമല്ലോ കേട്ടോ എൻ്റെ മാതിരി. കാരണം എല്ലാവർക്കും അത്ഭുതം, എങ്ങനെയാണ് ഈ ഇത്ര ടൈം എനിക്ക് എങ്ങനെ ഇതിന് ഇത്ര ടൈം കണ്ടെത്തണമെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരോട് ചോദിക്കും എങ്ങനെയാണ് എല്ലാതും ബാലൻസ് ചെയ്യണേന്ന്. അപ്പോൾ ഇത്രയും കാലം ഞാൻ എങ്ങനെയോ ഞാൻ ബാലൻസ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ സെമിസ്റ്ററിൽ എനിക്ക് അതിന് കഴിഞ്ഞില്ല. അപ്പോൾ എനിക്കാകെ എന്തോ ഇപ്പോൾ എന്തൊക്കെ ആയി. ഞാൻ സൈലൻസ്. എന്നിട്ട് ഇന്ന് ഞാൻ എന്താ ചെയ്തറിയോ, ഇന്നെ ഫീൽ ഗുഡ് ആക്കാൻ ഞാൻ നല്ല ഒരു സാലഡ് ഉണ്ടാക്കിയിട്ട്, ഇപ്പം ഫുള്ള് സാലഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ തിന്നു. എനിക്കിങ്ങനെ മൂഞ്ച അവസ്ഥ വരുമ്പോൾ എന്താ ചെയ്യുക അറിയോ, ഞാൻ കളർഫുൾ വെജിറ്റബിൾസ് പിക്ക് ചെയ്യും. ഓറഞ്ച്, ഗ്രീന്, അത് ഇത് എന്താ വെച്ചാൽ കളർഫുൾ സാധനങ്ങളെടുത്ത് കഴിക്കും. അപ്പോൾ എനിക്ക് തോന്നും എൻ്റെ വയറിൻ്റെ ഉള്ളിൽ ഹാപ്പി ആകുമെന്ന്. ഒരു ഫീൽ ഗുഡ് സാധനം ഉണ്ടാക്കൂലേ, അങ്ങനെയൊക്കെ ഞാൻ ഇന്നെ തന്നെ പ്രാങ്ക് ആക്കും. അതേമാതിരി ഞാനൊരു വീഡിയോ കണ്ടി നമ്മളിങ്ങനെ ഒക്കെ പറഞ്ഞ് ചിരിക്കുമ്പോൾ നമ്മളെ മസിൽസ് ഇങ്ങനെ മൂവ് ആകുമ്പോൾ നമ്മളെ ബ്രെയിൻ കരുതും നമ്മൾ ഹാപ്പിയാണെന്ന്. അപ്പം നമ്മൾ സെൽഫ് പ്രാങ്കിങ്. അയ്യോ, ഓ മൈ ഗോഡ്. പക്ഷെ ഇങ്ങനെ പ്രാങ്കൊന്നും ചെയ്യാത്ത നമ്മൾ ഹാപ്പി ആവണ അവസ്ഥയിൽ നമ്മളെ കൊണ്ടുപോയിടണം. നമ്മൾ ഇങ്ങനത്തെ പൊസിഷനിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ, ഇപ്പം ഞാൻ ലിറ്ററലി സർവൈവ് ചെയ്യാണ്. ഓരോ ദിവസവും ഇങ്ങനെ ആവരുത്, ലീവ് ചെയ്യണം ഓരോ ദിവസവും. യാ, ലെറ്റ് മീ ട്രൈ ടു ലീവ്. പിന്നെ നല്ല പാട്ടുകൾ കേൾക്കുക ഇങ്ങനത്തെ സമയത്ത്. മമ്മ മിയ, ഹിയർ ഐ ഗോ അഗൈൻ, അങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കുക. അല്ലാണ്ട് ഇങ്ങനെ മൂഞ്ച പാട്ടൊക്കെ കേട്ടാൽ വീണ്ടും മൂഞ്ചരുത്, വീണ്ടും ഓൾറെഡി മൂഞ്ചിട്ടെന്ന് മനസ്സിലാക്കുക. യാ ഔലവല. യാ, സോ ദാറ്റ്സ് ഇറ്റ്. ലൈഫ് ഈസ് നോട്ട് ഗുഡ് റൈറ്റ് നൗ, പക്ഷേ ഇറ്റ് വിൽ ബി സൂൺ. എൻ്റെ പ്രശ്നങ്ങളൊക്കെ, എൻ്റെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും ഒരു സ്ഥലത്ത് പോയാൽ തീരാവുന്ന പ്രശ്നം എനിക്കുള്ളൂ. പക്ഷെ പോകാൻ പറ്റണില്ല, അതാണ് പ്രശ്നം. യാ, സോ നെക്സ്റ്റ് ടൈം യു സീ മീ ട്രാവലിംഗ്, ജസ്റ്റ് നോ ദാറ്റ് ഐ എം ഡൂയിങ് ഗുഡ്, ഐ എം ഡൂയിങ് ഗ്രേറ്റ്. ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് പണി കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ട്രാവൽ ചെയ്യാണ്ടിരിക്കുകയാണെന്ന് എനിക്ക് വേണ്ട. സോ യാ, ബൈ. ഞാൻ എൻ്റെ ലൈഫ് അടിപൊളിയായിട്ട് ഞാനിനി എന്തെങ്കിലും ലൈഫ് റൈറ്റ് നൗ ഇടണ്ട്. ഇപ്പോൾ ഞാൻ മൂഞ്ചിട്ടായുള്ളത്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെയൊക്കെ ആവാണ്ട് എപ്പോഴും ഇങ്ങനെ നടന്നാൽ പോരല്ലോ. ഇറ്റ് വിൽ ബി ഫൈൻ. ബൈ. നിങ്ങൾ ലൈഫൊക്കെ അടിപൊളിയാതൊക്കെ കരുതണോ, അടിപൊളിയായിട്ടില്ലെങ്കിൽ അടിപൊളിയാക്കിക്കോളൂ. ഫോർ യു. ബൈ. സോ താങ്ക് യു. ഇതായിരുന്നു എൻ്റെ സ്റ്റാൻഡ്. എൻ്റെ അടുത്ത് ട്രൈപോഡോ സാധനമൊന്നുമില്ല. അപ്പം ഇതുമ വെച്ചിട്ടാണ്, ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടായിരുന്നു നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തേ. യാ, ദാറ്റ്സ് ഇറ്റ്.